2000-ന്റെ തുടക്കം, കൃത്യമായി പറഞ്ഞാൽ 2000 ജനുവരി 26. അന്ന് വരെയുള്ള കൊമേഴ്ഷ്യൽ സിനിമകളുടെ ടെംപ്ലേറ്റുകൾ തിരുത്തിക്കുറിച്ചുകൊണ്ട് ഒരു സിനിമ ആ ദിനത്തിൽ റിലീസ് ചെയ്തു. മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ടിന്റെ നരസിംഹം എന്ന ബ്രഹ്മാണ്ഡ ചിത്രം. മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ചുകൊണ്ട് മോഹൻലാൽ നീ പോ മോനെ ദിനേശ എന്ന് പറഞ്ഞപ്പോൾ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും പഴങ്കഥയായി. അതിനൊപ്പം മലയാളത്തിലെ മുൻനിര നിർമ്മാണ കമ്പനികൾ ഒന്നിന് പിറവി കൊണ്ടു, ആശീർവാദ് സിനിമാസ്. മോഹൻലാലിന്റെ സന്തത സഹചാരിയും സാരഥിയുമായ ആന്റണി പെരുമ്പാവൂർ ആദ്യം നിർമ്മിച്ച ചിത്രം ആരാധകർക്ക് ഇന്നും ആഘോഷിക്കാനുള്ള വക സമ്മാനിച്ചപ്പോൾ അദ്ദേഹം രണ്ടാമതൊരുക്കിയത് മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച ക്ലാസിക് ചിത്രങ്ങളൊന്നിന്റെ തുടർച്ചയായിരുന്നു. ദേവാസുരത്തിന്റെ സ്വീക്കലായ രാവണപ്രഭു. ആദ്യ ഭാഗത്തിൽ ദേവന്റെ പുണ്യവും അസുരന്റെ വീര്യവും നിറഞ്ഞ ജയപരാജയങ്ങളിലൂടെ കടന്നുപോകുന്ന മംഗലശ്ശേരി നീലകണ്ഠന്റെ കഥ പറഞ്ഞപ്പോൾ ആരെയും തോൽപ്പിക്കാൻ കെൽപ്പുള്ള ഹീറോയിസം നിറഞ്ഞ മംഗലശ്ശേരി കാർത്തികേയനിലൂടെ ആരാധകർക്ക് ആവേശം നൽകുന്ന എല്ലാ കൊമേഴ്ഷ്യൽ ചേരുവകളും രാവണപ്രഭു സമ്മാനിച്ചു. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സ്വീക്കലുകളുടെ പട്ടികയിൽ രാവണപ്രഭു മുൻപന്തിയിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു. കർക്കിടക മാസത്തിലെ മഴവെള്ളപ്പാച്ചിലിൽ പുഴ നീന്തി തടിപിടിക്കുന്ന ഒരു നാടിനെ മുഴുവൻ വരച്ച വരയിൽ നിർത്തുന്ന മുള്ളൻകൊല്ലി വേലായുധൻ മുതൽ സ്റ്റീഫൻ നെടുമുള്ളി വരെയുള്ള മോഹൻലാലിന്റെ നിരവധി മാസ് ഹീറോ കഥാപാത്രങ്ങളെ ഒരുക്കിയത് ആശീർവാദിന്റെ ബാനറിലായിരുന്നു. ആ കഥാപാത്രങ്ങൾ മോഹൻലാലിനെ ബോക്സ് ഓഫീസിന്റെ മറ്റൊരു രാജാവാക്കി മാറ്റിയെന്ന് പറഞ്ഞാലും അതിശോക്തിയാകില്ല. എന്നാൽ ഓവർ ദി ടോപ്പ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഹീറോ കഥാപാത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതുമല്ല ആശീർവാദിന്റെ മോഹൻലാൽ സിനിമകൾ. അതിൽ രസതന്ത്രത്തിലെ പ്രേമചന്ദ്രനും ഇവിടം സ്വർഗമാണിലെ മാത്യൂസും പോലുള്ള സാധാരണക്കാരുമുണ്ട്. ആനയ്ക്ക് ആനയുടെ ശക്തി അറിയില്ല, മോഹൻലാലിനെ കുറിച്ച് പലരും പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണിത്. എന്നാൽ മോഹൻലാലിന്റെ ശക്തി എന്തെന്ന് വരച്ചു കാട്ടാൻ ആശീർവാദ് എന്ന ബാനറിന് കഴിഞ്ഞിട്ടുണ്ട്. നരസിംഹം എന്ന ആദ്യ സിനിമ മുതൽ മോഹൻലാലിന്റെ ബോക്സ് ഓഫീസ് പവറിനെ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഉപയോഗിക്കാൻ ആശീർവാദിന് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ തന്നെയാണ് 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ജോർജ് കുട്ടിയും കുടുംബവും തൊടുപുഴയിൽ ധ്യാനത്തിന് പോയി വന്നപ്പോൾ മലയാള സിനിമ തന്നെ ഞെട്ടിയത്. തമിഴകത്തും ബോളിവുഡിലും മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ള 50 കോടി ക്ലബിലേക്ക് മലയാള സിനിമയെ ദൃശ്യം കൈപിടിച്ച് കയറ്റിയപ്പോൾ അതിന് ചുക്കാൻ പിടിച്ചത് ആശീർവാദായിരുന്നു. 2010-2020 സമയങ്ങളിൽ വാണിജ്യപരമായി മലയാള സിനിമയുടെ വളർച്ചയിൽ ആശീർവാദ് സിനിമാസ് വഹിച്ച പങ്ക് ചെറുതല്ല. ഒടിയനും ലൂസിഫറും ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് സിനിമകളിലൂടെ മലയാളത്തിന്റെ ക്യാൻവാസ് വലുതാക്കാനും 50 കോടി മുതൽ 150 കോടി വരെ കളക്ഷൻ ലഭിച്ച സിനിമകളിലൂടെ മറ്റു നിർമ്മാതാക്കൾക്ക് വലിയ ബജറ്റ് സിനിമകൾ ഒരുക്കാനുള്ള ധൈര്യം പകരാനും ആശീർവാദിന് കഴിഞ്ഞു. വാണിജ്യപരമായ വശങ്ങൾ പറയുമ്പോൾ തന്നെ ആശീർവാദ് ഒരുക്കിയ സിനിമകളുടെ കലാമൂല്യ വശവും ശ്രദ്ധേയമാണ്. 4 സംസ്ഥാന പുരസ്കാരങ്ങളും 2 ദേശീയ പുരസ്കാരങ്ങളുമാണ് ആശീർവാദ് സിനിമകൾ ഇതുവരെ സ്വന്തമാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് സ്പിരിറ്റ് എന്ന സിനിമ. ഒരു മദ്യപാനിയുടെ ജീവിതത്തിലൂടെ കഥ പറഞ്ഞ സിനിമയിലെ രഘുനന്ദൻ മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ മൈൽ സ്റ്റോൺ പെർഫോമൻസുകളിൽ ഒന്നാണ്. മോഹൻലാലിന്റെ സിനിമകൾ മാത്രം നിർമ്മിച്ചാണ് ആശീർവാദ് സിനിമാസ് മലയാളത്തിലെ ശ്രദ്ധേയമായ നിർമ്മാണ കമ്പനികളിൽ ഒന്നായത്. എന്നാൽ ആ പതിവ് തെറ്റിച്ചുകൊണ്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, ആദി. മോഹൻലാലിന്റെ മകൻ പ്രണവ് നായകനായ ആക്ഷൻ ത്രില്ലർ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമാണ് നേടിയത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ ഒരു ക്യാമിയോയും ഉണ്ടായിരുന്നു. 2020 ശേഷം മോഹൻലാൽ എന്ന അഭിനേതാവിന്റെ പല സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ വേണ്ടത്ര വിജയം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആ തിരിച്ചടികൾ ആശീർവാദ് സിനിമാസിന്റെ തിളക്കത്തെയും ബാധിച്ചു. ആശീർവാദ് നിർമ്മിച്ച് പുറത്തിറങ്ങിയ മരക്കാർ, അറബിക്കടലിന്റെ സിംഹം, മോൺസ്റ്റർ, എലോൺ തുടങ്ങിയ സിനിമകൾ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. ദൃശ്യം 2, ബ്രോഡാഡി, 12th മാൻ എന്നീ ചിത്രങ്ങൾ പ്രേക്ഷക പ്രീതി നേടിയെങ്കിലും OTT റിലീസായതിനാൽ തിയേറ്ററുകൾക്ക് ആ സിനിമകൾ കൊണ്ട് ഗുണമൊന്നും ലഭിച്ചതുമില്ല. മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറോസ് എന്ന സിനിമയും ബോക്സ് ഓഫീസിൽ വീണു. മോഹൻലാൽ എന്ന നടന്റെ, താരത്തിന്റെ വളർച്ചയിൽ ആശീർവാദ് സിനിമാസ് എത്രത്തോളം പ്രശംസ നേടിയോ, ഈ തിരിച്ചടികളിലും ആശീർവാദും ആന്റണി പെരുമ്പാവൂരും അത്രത്തോളം പഴികളും കേട്ടു. മോഹൻലാൽ സിനിമകൾ പരാജയപ്പെടുന്നത് ആന്റണി പെരുമ്പാവൂരും ആശീർവാദും മൂലമാണെന്ന് പോലും പലരും വിമർശിച്ചു. ഈ കാലയളവിൽ നേരെന്ന ആശീർവാദിന്റെ മോഹൻലാൽ സിനിമ വിജയം നേടിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ഇനി തിരിച്ചുവരവിന്റെ സമയമാണ്. മോഹൻലാൽ എന്ന നടനും ആശീർവാദ് എന്ന പ്രൊഡക്ഷൻ ഹൗസിനും അതിന്റെ ആദ്യ അലയൊലികൾ മാർച്ചിൽ വരും. മോർ ദാൻ കിങ് ലെസ് ദാൻ കോഡ് എന്ന ടാഗ് ലൈനോട് കൂടി അയാൾ തിരിച്ചു വരികയാണ്. എബ്രാം ഖുറേഷി. മലയാളത്തിലെ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയ പ്രൊജക്റ്റുകളിൽ ഒന്നാണ് മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എമ്പുരാൻ. ആശീർവാദും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിക്കുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ കഥാപാത്രങ്ങളിൽ ഒന്ന് തിരിച്ചെത്തുമ്പോൾ മലയാളത്തിലെ പല ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തുമെന്നുറപ്പ്. അടുത്ത കാലത്ത് മോഹൻലാൽ കേട്ട ഏറ്റവും വലിയ പഴികളിൽ ഒന്നാണ് സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ കാമ്പുള്ള കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നില്ല എന്നത്. എന്നാൽ ആശീർവാദിന്റെ ബാനറിൽ അത്തരമൊരു സിനിമയും വരുന്നുണ്ട്. മോഹൻലാലിനെ TP ബാലഗോപാലൻ എംഎയാക്കിയ
CID ദാസനാക്കിയ, പ്രേമചന്ദ്രനാക്കിയ സത്യൻ അന്തിക്കാട് ഒരുക്കുന്ന ഹൃദയപൂർവ്വം. ഹ്യൂമറിന് പ്രാധാന്യമുള്ള കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും ഹൃദയപൂർവ്വം എന്നാണ് സത്യൻ അന്തിക്കാട് നേരത്തെ വ്യക്തമാക്കിയത്. ആശീർവാദ് സിനിമാസ് 25ാം പിറന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ മോഹൻലാലിന്റെ ഗംഭീര പ്രോജക്റ്റുകൾ ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട്. 2000ത്തിന്റെ തുടക്കത്തിലും 2010കളിലും മോഹൻലാൽ എന്ന താരത്തിന് ഇടിവ് സംഭവിച്ചു എന്ന് തോന്നിയപ്പോഴൊക്കെ അയാൾക്ക് തിരിച്ചുവരവ് നൽകുന്ന സിനിമകളുമായി ആശീർവാദ് സിനിമാസ് എത്തിയിട്ടുണ്ട്. അതിൽ പലതും മലയാള സിനിമയ്ക്കും പുത്തൻ ഉണർവ് തന്നിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാലിന്റെ ഈ മങ്ങിയ അവസ്ഥയിൽ ഒരു തിളക്കം നൽകാൻ ആശീർവാദിന് കഴിയട്ടെ. ആശീർവാദിലൂടെ മോഹൻലാലിലൂടെ ആശീർവാദും കൂടുതൽ മൈൽ സ്റ്റോണുകൾ താണ്ടട്ടെ.